വെൽക്കം ടു സിമ്പിൾ ടോക്സ് ബൈ നന്ദ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് കൺഫ്യൂഷൻ മെട്രിക്സ് എന്താണ്, പ്രിസിഷൻ എന്താണ്, റീകോൾ എന്താണ്, ആക്യുറസി എന്താണ്, സ്പെസിഫിസിറ്റി എന്താണ്, ഇത്രയും കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഈ ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. Consider a two-class classification problem of predicting whether a photograph contains a man or woman. Suppose we have a test data set of 10 records with expected outcomes and a set of predictions from our calculate precision recall of the data. ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് 2-class classification പ്രോബ്ലം ആണിത്. അതിൽ ഒരു ഫോട്ടോഗ്രാഫ് ഉണ്ട്. അതിൽ മാൻ ആണോ വുമൺ ആണോ ഉള്ളതെന്നാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഒരു ടെസ്റ്റ് ഡേറ്റ സെറ്റ് തന്നിട്ടുണ്ട്. അതിൽ 10 റെക്കോർഡ്സ് ആണ് ഉള്ളത്. അതിൽ നിന്ന് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ പ്രിസിഷനും റീകോളും കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോഴത്തേക്കും ഇവിടെ ഈ ഒരു ടേബിളും തന്നിട്ടുണ്ട്. 10 റെക്കോർഡ്സ് ആണ് തന്നിരിക്കുന്നത്. അതിൽ എക്സ്പെക്റ്റഡ് ആയിട്ട് ഇത്രയും, പ്രെഡിക്റ്റഡ് ആയിട്ട് ഇത്രയും. നമ്മളിവിടെ എന്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുമ്പോഴത്തേക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, വി ആർ പ്രെഡിക്റ്റിംഗ് വെദർ എ ഫോട്ടോ ഈസ് ഓഫ് മാൻ ഓർ വുമൺ. മാൻ്റെ ആണോ വുമൻ്റെ ആണോ എന്നാണല്ലോ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും ആദ്യം നമ്മൾ എന്ത് അസ്യൂം ചെയ്യണം? ലെറ്റ്സ് അസ്യൂം വുമൺ ആസ് പോസിറ്റീവ് ക്ലാസ്. വുമണിന് പോസിറ്റീവ് ക്ലാസ്സും മാനിന് നെഗറ്റീവ് ക്ലാസ്സും ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യണം. എന്നിട്ട് സ്റ്റെപ്പ് 1 ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എടുക്കേണ്ടത് എന്താണ്? കൗണ്ട് ട്രൂ പോസിറ്റീവ്, ട്രൂ നെഗറ്റീവ്, ഫോൾസ് പോസിറ്റീവ് ആൻഡ് ഫോൾസ് നെഗറ്റീവ്. ഇതൊക്കെ എന്താണെന്ന് ഞാൻ പറയാം, നിങ്ങൾ ടെൻഷൻ ആവണ്ട. അപ്പോൾ തന്നെ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ വരയ്ക്കുക. അതിന് എക്സ്ട്രാ ആയിട്ട് ടൈപ്പ് എന്നുള്ള ഒരു കോളം കൂടെ കൊടുക്കാം. ഇനി നമുക്ക് എന്താണെന്ന് പറയാം. ഞാൻ പറഞ്ഞല്ലോ, വുമൺ എന്ന് പറയുന്നത് പോസിറ്റീവും മാൻ നെഗറ്റീവ് ആണ്. അതനുസരിച്ച് നിങ്ങളിവിടെ എഴുതുക. മാൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്, വുമൺ പോസിറ്റീവ്. അങ്ങനെ ഓരോന്നും നമ്മൾ തന്നിരിക്കുന്ന ക്ലാസ്സിലോട്ട് അസൈൻ ചെയ്ത് വെക്കുക. അതായത് ഇത് കണ്ടോ, നെഗറ്റീവ് നെഗറ്റീവ്, പോസിറ്റീവ് നെഗറ്റീവ്. ഇങ്ങനെ മാൻ എവിടെ വരുന്നോ അവിടെ നെഗറ്റീവ് കൊടുക്കുക, വുമൺ എവിടെ വരുന്നോ അവിടെ പോസിറ്റീവ് കൊടുക്കുക. ഇനി ഇതിൻ്റെ ടൈപ്പ് കണ്ടുപിടിക്കുക. ഒരു സംഭവം ട്രൂ ആവുന്ന എപ്പോഴാണ്? അത് തന്നെ ഇപ്പുറത്ത് വന്നാൽ. ഇപ്പോൾ എക്സ്പെക്റ്റഡും പ്രെഡിക്റ്റഡും രണ്ടും രണ്ടല്ലേ, അപ്പോൾ അതൊരിക്കലും ട്രൂ ആവത്തില്ല. അതുകൊണ്ടാണ് ആദ്യം ഇവിടെ എന്ത് എഴുതിയത്? ഫോൾസ് എഫ് വന്നിരിക്കുന്നത്, ഫോൾസ് എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത്. ഇനി ഈ ലാസ്റ്റത്തെ പ്രെഡിക്റ്റഡ് എന്താണ്? ഫൈനലി അത് പ്രെഡിക്റ്റ് ചെയ്തത് എന്താണ്? പോസിറ്റീവ് എന്നല്ലേ, അതുകൊണ്ടാണ് ഇത് ഫോൾസ് പോസിറ്റീവ് എന്ന് വന്നത്. ഇനി അടുത്ത നോക്കിക്കേ, നെഗറ്റീവ് എന്നുള്ളത് നെഗറ്റീവ് എന്ന് തന്നെ പ്രെഡിക്റ്റ് ചെയ്തു, എക്സ്പെക്റ്റ് ചെയ്തത് തന്നെ പ്രെഡിക്റ്റ് ചെയ്തു. അതിൻ്റെ അർത്ഥം എന്താണ്? അത് ട്രൂ ആയിട്ട് വന്നു. ലാസ്റ്റ് എന്താണ് പ്രെഡിക്റ്റ് ചെയ്തത്? നെഗറ്റീവ് എന്നല്ലേ, അങ്ങനെയാണ് ഇത് ട്രൂ നെഗറ്റീവ് ആയത്. അപ്പോൾ ഇതൊന്ന് നോക്കിക്കേ, പോസിറ്റീവ് പോസിറ്റീവ് തന്നെ വന്നു, അപ്പോൾ അത് ട്രൂ ആണ്. പ്രെഡിക്റ്റഡ് എന്താണ്? പോസിറ്റീവ് ആണ്. അങ്ങനെയാണ് ഇതിൻ്റെ ടൈപ്പ് ട്രൂ പോസിറ്റീവ് ആയത്. ഇത് നോക്ക്, നെഗറ്റീവ് നെഗറ്റീവ് വന്നു, അപ്പോൾ അത് ട്രൂ ആണ്. ലാസ്റ്റത്തെ നെഗറ്റീവ് ആണ്. ഇനി ഇത് നോക്കിക്കേ, പോസിറ്റീവും നെഗറ്റീവ് ആണ് വന്നത്. അപ്പോഴത്തേക്ക് നമുക്ക് എന്താ മനസ്സിലായി? അത് ഫോൾസ് ആണ്. ലാസ്റ്റത്തെ ആൾ എന്താണ്? നെഗറ്റീവ് ആണ്. പോസിറ്റീവും വന്നു, അപ്പോൾ ട്രൂ ആണ്. ലാസ്റ്റത്തെ പോസിറ്റീവ് ആണ്. പോസിറ്റീവും വന്നു, സെയിം ട്രൂ പോസിറ്റീവ് എന്ന് വരും. നെഗറ്റീവ് വന്നു, അത് ട്രൂ ആണ്. ലാസ്റ്റത്തെ നെഗറ്റീവ് ആയതുകൊണ്ട് അങ്ങനെ വന്നു. ഇനി നെഗറ്റീവും പോസിറ്റീവും വന്നു, അപ്പോൾ എന്താണ്? അത് തെറ്റല്ലേ? ഫോൾസ്, ലാസ്റ്റത്തെ പോസിറ്റീവ്. അങ്ങനെയാണ് ഇത് ഫോൾസ് പോസിറ്റീവ് ആയത്. ലാസ്റ്റത്തെ പോസിറ്റീവ് വന്നു, അപ്പോൾ അത് ട്രൂ ആണ്. ട്രൂ പോസിറ്റീവ്. സംഭവം മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ ടൈപ്പ് കണ്ടുപിടിക്കുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? സ്റ്റെപ്പ് 1 എന്താ പറഞ്ഞത്? എത്ര ട്രൂ പോസിറ്റീവ് ഉണ്ട്, ട്രൂ നെഗറ്റീവ് ഉണ്ട്, ഫോൾസ് പോസിറ്റീവ് ഉണ്ട്, ഫോൾസ് നെഗറ്റീവ് ഉണ്ടെന്ന് നമ്മൾ കൗണ്ട് ചെയ്യണം. ഇവിടെ നോക്കിക്കേ, എത്ര ട്രൂ പോസിറ്റീവ് ഉണ്ട്? 1 2 3 4. അങ്ങനെയാണ് ഇവിടെ 4 എന്ന് ഞാൻ എഴുതിയിരിക്കുന്നത്. ഇനി എത്ര ട്രൂ നെഗറ്റീവ് ഉണ്ട്? 1 2 3 അല്ലേ ഉള്ളൂ. ഇനി ഫോൾസ് പോസിറ്റീവ് എത്ര ഉണ്ട്? 1 2 ഉള്ളൂ. ഇനി ഫോൾസ് നെഗറ്റീവോ? ഒരൊറ്റ ഫോൾസ് നെഗറ്റീവ് ഉള്ളൂ. ആദ്യം ഇത് കൗണ്ട് ചെയ്ത് എഴുതുക. ഇനി നമുക്ക് കൺഫ്യൂഷൻ മെട്രിക്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, എങ്ങനെ കൺഫ്യൂഷൻ മെട്രിക്സ് ഇതിൻ്റെ വരയ്ക്കാമെന്ന് നോക്കാം. ഇപ്പോൾ കൺഫ്യൂഷൻ മെട്രിക്സ് ആണ്. ഇത് കൗണ്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നേരെ നമ്മൾ കൺഫ്യൂഷൻ മെട്രിക്സ് ആണ് വരയ്ക്കേണ്ടത്. പ്രെഡിക്റ്റഡ് വുമൺ, പ്രെഡിക്റ്റഡ് മാൻ, അതേപോലെ തന്നെ പ്രെഡിക്റ്റ് ചെയ്തതും ആക്ച്വൽ വുമണും ആക്ച്വൽ മാനും. ഇങ്ങനെ വേണം നമ്മൾ കൺഫ്യൂഷൻ മെട്രിക്സ് വരയ്ക്കാൻ. ഇവിടെ പ്രെഡിക്റ്റഡ് എഴുതുക, ഇവിടെ ആക്ച്വൽ എഴുതുക. പ്രെഡിക്റ്റഡ് വുമൺ ആദ്യം എഴുതി, പ്രെഡിക്റ്റഡ് മാൻ രണ്ടാമത് എഴുതി, ഇവിടെ ആക്ച്വൽ വുമൺ എഴുതി, ആക്ച്വൽ മാൻ എഴുതി. ഇങ്ങനെ ഒരു കോളം വരയ്ക്കുക. ആദ്യം നമ്മൾ എന്താ പറഞ്ഞത്? പോസിറ്റീവ് അല്ലേ ഇത്? വുമൺ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ പോസിറ്റീവും വന്നാൽ എന്താണ്? ട്രൂ പോസിറ്റീവ്. ഇനി പോസിറ്റീവും നെഗറ്റീവും ആണ് വരുന്നെങ്കിലോ? രണ്ടും രണ്ടല്ലേ വന്നത്, അപ്പോൾ ഫോൾസ്. ലാസ്റ്റ് എന്താ വന്നത്? നെഗറ്റീവ്. അങ്ങനെയാണ് ഇവിടെ ഫോൾസ് നെഗറ്റീവ് എന്നുള്ള വാല്യൂ വരുന്നത്. ഇനി നെഗറ്റീവും പോസിറ്റീവും ആണ് വന്നത്, അപ്പോൾ എന്താണ്? അത് ഫോൾസ് ആണ്. ലാസ്റ്റ് എന്താ വന്നത്? പോസിറ്റീവ് അല്ലേ വന്നത്. അങ്ങനെയാണ് ഇവിടെ ഫോൾസ് പോസിറ്റീവ് എന്ന് വരുന്നത്. ഇനി ഇത് നോക്കിക്കേ,
മാനും ആണ് വന്നത്, അതായത് അത് ട്രൂ ആണ്, പക്ഷെ ലാസ്റ്റ് എന്താണ് വന്നത്, നെഗറ്റീവ്. അപ്പോൾ ട്രൂ നെഗറ്റീവ് എന്ന് വന്നു. ഇനി നമുക്ക് കിട്ടിയ ഈ കൗണ്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് എഴുതണം. ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് കൺഫ്യൂഷൻ മെട്രിക്സ് എന്ന് പറയാം. മനസ്സിലായല്ലോ അത്. ഇനി നമുക്ക് ആക്യുറസി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ആക്യുറസിയുടെ ഇക്വേഷൻ ആണിത്. ഇത് നിങ്ങൾ പഠിക്കണം. എന്നിട്ട് ആ വാല്യൂസ് ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. സിമ്പിളായിട്ടുള്ള കോൺസെപ്റ്റ് ആണിത്. ആക്യുറസി എന്ന് പറയുന്നത് ട്രൂ പോസിറ്റീവ് പ്ലസ് ട്രൂ നെഗറ്റീവ് ഡിവൈഡഡ് ബൈ ട്രൂ പോസിറ്റീവ് പ്ലസ് ട്രൂ നെഗറ്റീവ് പ്ലസ് ഫോൾസ് പോസിറ്റീവ് പ്ലസ് ഫോൾസ് നെഗറ്റീവ്. അതായത് ട്രൂ പോസിറ്റീവ്, രണ്ട് ട്രൂകളും, ട്രൂ പോസിറ്റീവും ട്രൂ നെഗറ്റീവും ആഡ് ചെയ്തിട്ട് അതിനെ എല്ലാവരെയും കൂടെ ആഡ് ചെയ്യുന്ന സമ്മായിട്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആക്യുറസി കിട്ടും. ഇവിടെ നോക്കിക്കേ, ട്രൂ പോസിറ്റീവ് എത്രയാണെന്നാണ് പറഞ്ഞത്? ട്രൂ പോസിറ്റീവ് എന്ന് പറയുന്നത് 4 ആണ് അല്ലേ? അപ്പോൾ ട്രൂ പോസിറ്റീവ് എന്താണ് 4. ട്രൂ നെഗറ്റീവ് എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ 4 + 3. ബാക്കിയുള്ള ആൾക്കാരുടെ വാല്യൂ എത്രയൊക്കെയാണ്? 4, 3, 2, 1. അതെല്ലാം കൂടെ പ്ലസ് ചെയ്യുക. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? 4 + 3 7, 4 + 3 + 2 + 1 എന്ന് പറയുന്നത് 10 കിട്ടും. ഇത് നമ്മൾ കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ 0.7 എന്നുള്ള രീതിയിൽ കിട്ടും. മനസ്സിലായല്ലോ? ഇനി പ്രിസിഷൻ ഫോർ വുമൺ പോസിറ്റീവ് അല്ലേ? അതായത് പ്രിസിഷൻ കണ്ടുപിടിക്കാനാണെങ്കിൽ പ്രിസിഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ട്രൂ പോസിറ്റീവ് ഡിവൈഡഡ് ബൈ ട്രൂ പോസിറ്റീവ് പ്ലസ് ഫോൾസ് പോസിറ്റീവ് എന്നുള്ളതാണ്. അപ്പോൾ ട്രൂ പോസിറ്റീവ് എത്രയായിരുന്നു? 4 ആയിരുന്നു. ട്രൂ പോസിറ്റീവ് എന്നാൽ 4 തന്നെ. ഫോൾസ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ 4 ഡിവൈഡഡ് ബൈ 4 + 2 അത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ആൻസർ കിട്ടും. ഇനി റീകോളിനെ തന്നെയാണ് നമ്മൾ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ ട്രൂ പോസിറ്റീവ് റേറ്റ് എന്ന് വിളിക്കുന്നത്. അതായത് ഇതിൻ്റെ 3ൻ്റെ ഇക്വേഷൻ സെയിം ആണ്. അതൊന്ന് ഓർത്തിരിക്കണം കേട്ടോ. ഇപ്പോൾ സെൻസിറ്റിവിറ്റി എന്താണെന്ന് ചോദിച്ചാലും റീകോൾ എന്താണെന്ന് ചോദിച്ചാലും ട്രൂ പോസിറ്റീവ് റേറ്റ് എന്താണെന്ന് ചോദിച്ചാലും സെയിം ഇക്വേഷൻ ആണ്. എന്താണ്? ട്രൂ പോസിറ്റീവ് ഡിവൈഡഡ് ബൈ ട്രൂ പോസിറ്റീവ് പ്ലസ് ഫോൾസ് നെഗറ്റീവ് എന്നുള്ളതാണ്. ഇതും പ്രിസിഷനും റീകോളും നമുക്ക് ഒരുമിച്ച് പഠിക്കാൻ പറ്റും. ഇത് കണ്ടോ, രണ്ടിടത്തും ട്രൂ പോസിറ്റീവ് തന്നെയാണ് വരുന്നത്. ഇവിടെ ഫോൾസ് പോസിറ്റീവ് വരുന്നുണ്ടെങ്കിൽ റീകോളിൽ അതിന് നേരെ തിരിച്ച് ഫോൾസ് നെഗറ്റീവ് എടുക്കും. അങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റത്തില്ല. അപ്പോൾ ട്രൂ പോസിറ്റീവ് എത്രയായിരുന്നു? 4. ട്രൂ പോസിറ്റീവ് 4 പ്ലസ് ഫോൾസ് നെഗറ്റീവ് എത്രയായിരുന്നു? നമ്മുടെ 1 അല്ലേ? ഫോൾസ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ 1 ആണ്. അങ്ങനെയാണ് ഇവിടെ 1 വരുന്നത്. അപ്പോൾ 4/5 = 0.8 എന്നുള്ള രീതിയിൽ കിട്ടും. ഇനി വേറൊരു ഇതാണ് സ്പെസിഫിസിറ്റി എന്നുള്ളത്. സ്പെസിഫിസിറ്റീന് വേറൊരു കാര്യം കൂടെ ഉണ്ട്, ട്രൂ നെഗറ്റീവ് റേറ്റ് എന്നുള്ളത്. ഇത് രണ്ടിൻ്റെ ഇക്വേഷൻ സെയിം ആണ്. എന്താണ്? ഇതും റിലേറ്റ് ചെയ്ത് പഠിക്കുക. എന്നിട്ട് പ്രിസിഷനും സ്പെസിഫിസിറ്റിയും റിലേറ്റ് ചെയ്യുക. ഇവിടെ രണ്ടും ട്രൂ ആണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുന്നു? നെഗറ്റീവ് ആയിട്ട് എടുക്കുക. ട്രൂ പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ രണ്ടും ട്രൂ നെഗറ്റീവ് ആണ്. ഫോൾസ് പോസിറ്റീവ് അതുപോലെ തന്നെ ഇടുക. അങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിച്ചാലും മതി. ഇനി ആ വാല്യൂസ് ഇടുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കുക. സിമ്പിൾ അല്ലേ? ഇനി ഈ ആൻസേഴ്സ് ഒക്കെ പെർസെൻറ്റേജിലോട്ട് ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി.